മറ്റാളുകൾ ഇവിടെയുണ്ട്. അതായത് ഗുരുതരമായി പരിക്കേൽക്കാത്ത മറ്റ് ആളുകൾ, അവരെയാണ് നമ്മൾ ഈ വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വാഹനത്തിൽ, ഈ ആംബുലൻസിനുള്ളിലുള്ള ആളുകൾ അവർ ഈ കപ്പലിലെ ജീവനക്കാരാണ്. അതേസമയം അവർക്ക് ഗുരുതരമായി പരിക്കൊന്നും തന്നെ ഏറ്റിട്ടില്ല. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെയും ആശുപത്രിയിലേക്ക്, തീർച്ചയായിട്ടും അത് ശാരീരികമായി മാത്രമല്ല അവരനുഭവിച്ച മാനസികമായുള്ള ഒരു വിഷമം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്താകും ഈ പരിക്കേൽക്കാത്ത ആളുകളെ അടക്കമുള്ളവരെയും ഇവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് കൂടി, അതായത് അവരുടെ അനുഭവം എന്താണ്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അവരൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നറിയില്ല. തീർച്ചയായിട്ടും എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ അറിയാവുന്നവരാണ് ഈ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നവര്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കാം. പൊള്ളലുണ്ട്, വലിയ പൊള്ളലല്ല, എന്നാലും പൊള്ളലേറ്റ ആളുകളാണ്. അപ്പോൾ അവരെയാണിപ്പോൾ അവരെ വളരെ പ്രയാസപ്പെട്ട് രക്ഷപ്പെട്ട് കടലിൽ ചാടി രക്ഷപ്പെട്ടവരൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, നിസാര പരിക്കുകളോടെയുള്ള ആളുകൾ, അവരെയൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രിക്ക് ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ കപ്പലിലെ ജീവനക്കാരാണ് അവർ. അങ്ങനെ ഉള്ള ആളുകളെയാണ് ഇപ്പോൾ ഇതിനുള്ളിലേക്ക്, അതായത് ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റിയിട്ടുള്ളത്. തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് അവരെ മാറ്റിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിക്കേറ്റ 2 പേർ, ഗുരുതരമായി പരിക്കേറ്റ 2 പേർ, അവരെ ഏറ്റവും ആദ്യം തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അവരുടെ പരിക്കായിരുന്നു ഏറ്റവും ഗുരുതരം. ശേഷിക്കുന്ന ആളുകൾ, അതായത് നിസാര പരിക്കേറ്റ ആളുകളൊക്കെയുണ്ട്, അവിടെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഉള്ള ആളുകളുണ്ട്. അതായത് മൊത്തം 18 പേരെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അവരെ കൂടി ഈ ആശുപത്രിയിലേക്ക് എത്തുമോ എന്നറിയില്ല. പക്ഷേ അവർ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ കൂടി രക്ഷപ്പെടുത്തി INS സൂറത്ത് രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ആദ്യഘട്ട രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് അവരെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് പ്രാഥമിക ഘട്ടത്തിൽ ആദ്യം ചികിത്സ നൽകി പിന്നീട് ഒരു വിദഗ്ധ ചികിത്സ നൽകുക എന്ന നിലയിലേക്ക് അവരെ ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതായത് നിസ്സാരമായി പരിക്കേറ്റവരാണെങ്കിലും ഗുരുതരമായി പരിക്കേറ്റവരാണെങ്കിലും അവരെയൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധമായി അവർക്ക് ചികിത്സ നൽകാൻ തുടങ്ങി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകളാണ്, അതായത് അധികമായി പരിക്കേൽക്കാത്ത ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട്. അവരെ എവിടേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നതിന് തന്നെയാണ് പ്രാഥമിക പരിഗണന. അതനുസരിച്ചുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റവരെ ആദ്യം എത്തിച്ചു. നിസ്സാരമായി പരിക്കേറ്റ ആളുകൾ അടക്കമുള്ളവരെ ഇപ്പോൾ ഇതിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മംഗളൂരു പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നറിയില്ല. തീർച്ചയായിട്ടും അത്തരം ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെയുണ്ട്. ആളുകളായിരുന്നു. അപ്പോൾ അവരെയാണ് ആദ്യം പ്രഥമ പരിഗണന നൽകി അവരെ ആദ്യം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് ഇപ്പോൾ ചെറിയ തോതിലൊക്കെ തന്നെ കടലിലേക്ക് ചാടുമ്പോഴുണ്ടാകുന്ന ആഘാതമൊക്കെ ഏറ്റ ആളുകളാണ് വരിയായി പിന്നീട് എത്തുന്നത്. അപ്പോൾ ഈ 18 പേരും എത്തിയോ? 18 പേരും നമുക്കറിയാം മംഗളൂരു തുറമുഖത്ത് INS സൂറത്തിലെത്തി. അതിൽ 5 പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അവരെ ആദ്യം ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കിയുള്ള ശേഷിക്കുന്ന ആളുകളെ, നിസ്സാര പരിക്കുകളാണ് ചിലർക്ക് ഉള്ളത്, അവരെ അടക്കമുള്ളവരെ രണ്ടാമതും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. നമ്മൾ അവരെ കാണുമ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കും പൊള്ളലാണ് ഏറ്റിട്ടുള്ളത്. ഗുരുതരമായി പൊള്ളലാണ് ഏറ്റിട്ടുള്ളത്. അതായത് മുഖത്തടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ മുഖത്തും കൈക്കും കാലിനുമൊക്കെ തന്നെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് മറ്റു പരിക്കുകൾക്കപ്പുറത്തേക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്നത് ഈ പൊള്ളലേറ്റ പരിക്കാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്ന്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് ഏറ്റവും യുക്തമായ ചികിത്സ നൽകുക എന്നതാണ്. ആ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ 18 പേരും നമുക്കറിയാം വിദേശികളാണ്, ഇന്ത്യക്കാരല്ല. ആ വിദേശികളായ ആളുകളെ
ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് ഉള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പറയുന്ന ആളുകൾ ഒഴികെ, അതായത് ചികിത്സ ആവശ്യമുള്ള ആളുകളെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവരെയൊക്കെ തന്നെ ഇവിടുത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്.